ശാന്തി അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് പോയപ്പോൾ ബാബ 3 ദൃശ്യങ്ങൾ എമർജ് ചെയ്തു. ഏറ്റവും ആദ്യത്തെ ദൃശ്യം ഭക്തിയിലേതായിരുന്നു. രണ്ടാമത്തേത് പ്രകൃതിയുടേത് ആയിരുന്നു. മൂന്നാമത്തേത് ബ്രാഹ്മണ കുട്ടികളെ പ്രതി ഉള്ളതായിരുന്നു. 3 ദൃശ്യങ്ങളും ഒരു കുണ്ഠത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ബാബയുടെ മുന്നിൽ ഇന്ന് വിശേഷ രൂപത്തിൽ 3 ദൃശ്യങ്ങൾ ബാബ എമർജ് ചെയ്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ബാബ കാണുന്നത് ഇതാണ്: തൻ്റെ ഭക്തർ വളരെയധികം ആഗ്രഹങ്ങളുമായി തൻ്റെ ഇഷ്ട ദേവന്മാരുടെ അടുത്തും ഇഷ്ട ദേവിമാരുടെ അടുത്തും തൻ്റെ എന്തെങ്കിലുമൊക്കെ മനോകാമനകളുമായി പോകുന്നു. ചില ദുഃഖത്തിൻ്റെയും വേദനകളുടെയും കാര്യങ്ങളുമുണ്ട്. രണ്ടാമത്തെ ദൃശ്യം പ്രകൃതിയുടേതായിരുന്നു. ബാബ പറഞ്ഞു, പ്രകൃതിയുടെ ദൃശ്യവും ബാബ ഒരു കുണ്ഠത്തിന്റെ രൂപത്തിൽ കാണുകയാണ്. ഓരോ ആത്മാവിൻ്റെയും വളരെയധികം ദുഃഖത്തിന്റെ ശബ്ദവും വളരെയധികം അശാന്തിയുടെ ശബ്ദവും വളരെയധികം വേദനകളുടെ ശബ്ദവും 4 ഭാഗത്തു നിന്നും ബാബയുടെ അടുത്തും വചനത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ കുണ്ഠം ഇതായിരുന്നു. അത് ബാബ ബ്രാഹ്മണരായ കുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ച ശാന്തി കുണ്ഠം. സ്നേഹത്തിൻ്റേത്, ആനന്ദത്തിൻ്റേത്, ശക്തിയുടെ രൂപത്തിലുള്ളത്. ഇങ്ങനെയുള്ള കുണ്ഠം ബാബ സ്ഥാപിച്ചു. ആ കുണ്ഠത്തിനുള്ളിൽ ഓരോ ബ്രാഹ്മണനായ കുട്ടിയും തൻ്റെ ശക്തികളും നൽകുന്നു, തൻ്റെ ഗുണങ്ങളും വിശേഷതകളും കാണിക്കുന്നു, സകാശം നൽകുന്നു. എന്നാൽ ബാബ പറഞ്ഞു, കുട്ടി, സംഗമത്തിന്റെ സമയത്ത് ബാബ ഈ കുണ്ഠം സ്ഥാപിച്ചിരിക്കുകയാണ്. മറ്റുള്ള 2 കുണ്ഠങ്ങളും പതുക്കെ പതുക്കെ ഇല്ലാതാകേണ്ടതുണ്ട്. എന്നാൽ ബാബ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളിലൂടെ ഈ കുണ്ഠം അഥവാ യജ്ഞത്തിന്റെ സ്ഥാപന ചെയ്തു. ബാബ പറഞ്ഞു, വലിയൊരു കുണ്ഠം ഉണ്ടെങ്കിൽ അതിൻ്റെ തീജ്വാലകൾ ഉയരത്തിൽ വരുന്നത് കാണപ്പെടും. അതേപോലെ സമയമനുസരിച്ച് ഓരോ ബ്രാഹ്മണ ആത്മാവും ലോകത്തിലുള്ളവരെ പ്രതിയും ഭക്തരെ പ്രതിയും പ്രകൃതിയെ പ്രതിയും ബാബ കുട്ടികൾക്ക് ശക്തിയുടെ രൂപത്തിൽ നൽകിയ, ഗുണങ്ങളുടെ രൂപത്തിൽ നൽകിയ, ഇങ്ങനെ ബാബ എന്തെല്ലാം നൽകിയോ അത് കുട്ടികൾ സുഖസ്വരൂപമായി ഈ വിശേഷ സംഗമയുഗത്തിൽ ആത്മാവിനെ പ്രതിയും പ്രകൃതിയെ പ്രതിയും കുട്ടികൾ ദാനത്തിൻ്റെ ഭാവനയും നൽകുന്നതിൻ്റെ ഭാവനയും ഓരോ ബ്രാഹ്മണ കുട്ടിയുടെ ഉള്ളിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കുട്ടികളായ നിങ്ങൾ ദാനം നൽകുന്ന ദാതാവാണ്. അന്യ ആത്മാക്കൾ സ്വീകരിക്കുന്നവരാണ്. ഭക്തിയിൽ അവർ കൈനീട്ടുന്നു. കുട്ടികളായ നിങ്ങളുടെ കൈയാണെങ്കിൽ നൽകുന്ന ദാതാവിൻ്റെ കൈയാണ്. ബാബ പറഞ്ഞു, അതിനാൽ ബ്രാഹ്മണരായ കുട്ടികൾ ബാബ ഏതൊരു കുണ്ഠം അഥവാ യജ്ഞം സ്ഥാപിച്ചുവോ അതിൽ വിശേഷിച്ച് ഓരോ ബ്രാഹ്മണനായ കുട്ടിയും തൻ്റെ ഓരോ പ്രകാരത്തിലുമുള്ള യോഗദാനം തൻ്റെ ശക്തികൾ നിയമമനുസരിച്ച് നല്ല രീതിയിൽ നൽകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ കുണ്ഠത്തിൻ്റെ പ്രഭാവം 4 ഭാഗത്തും, അതായത് പ്രകൃതിയിലെ തത്വങ്ങൾക്കും ലഭിക്കും, ആത്മാക്കൾക്കും ലഭിക്കും. ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് ലഭിക്കും. കാരണം കുട്ടികളായ നിങ്ങൾ ദാതാവിൻ്റെ കുട്ടികളാണ്, നൽകുന്നവരാണ്. ബാബ പറഞ്ഞു, ദാതാവിൻ്റെ കുട്ടികളുടെ കൈ എപ്പോഴും ദാതാവിൻ്റെ രൂപത്തിൽ നിലനിൽക്കണം. ബാബ ഇന്ന് ഈ 3 ദൃശ്യങ്ങളും
എമർജ് ചെയ്തുകൊണ്ട് വളരെ സ്നേഹത്തോടെ വളരെ ഗൗരവപൂർവം ബാബ കേൾപ്പിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ബാബയുടെ അടുക്കൽ ഓരോ ബ്രാഹ്മണനായ കുട്ടിയുടെയും ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദം ആയാലും, ദുഃഖം കാരണം ഓർമ്മിച്ചാലും, പരിതസ്ഥിതി കാരണം ഓർമ്മിച്ചാലും ആ ഓർമ്മകൾ എത്തിച്ചേരുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നൽകുക എന്നതാണ്. ബാബ പറഞ്ഞു, ഇത് തന്നെയാണ് ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ വിശേഷത. എന്താണോ ബാബ നൽകിയത് അത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. സദ്ഗുരുവാർ ദിവസത്തിൽ വദനത്തിൽ അനേകം പ്രകാരത്തിലുള്ള ഭോഗിന്റെ സുന്ദരമായി അലങ്കരിക്കപ്പെട്ട താലം കാണപ്പെടുന്നു. ബാബയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. പല ആത്മാക്കളുടെയും വിശേഷ ഓർമ്മകളും ബാബയ്ക്ക് നൽകി. പിന്നെ ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.